Hello everyone, welcome to Disha Banking Exams. അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ് SBI ക്ലർക്കിന്റെ എക്സാം. അപ്പൊ SBI ക്ലർക്കിന്റെ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉള്ള ഒരു വലിയൊരു കൺഫ്യൂഷൻ ആണ് എത്രയൊക്കെ മാർക്ക് സ്കോർ ചെയ്താൽ ഈ ഒരു പ്രിലിംസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യും. അങ്ങനെ കുറെ കൺഫ്യൂഷൻ കുറച്ച് പേർക്കെങ്കിലും ഉണ്ട്. അപ്പൊ പ്രിലിംസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സേഫ് മാർക്ക് അല്ലെങ്കിൽ ഗുഡ് അറ്റംപ്റ്റ് എത്രയാണ് എന്നാണ് അതിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. കറക്റ്റ് ഒരു കട്ട് ഓഫ് പറയാൻ ആർക്കും പറ്റില്ല. ഇപ്പൊ കാരണം എക്സാം കഴിഞ്ഞിട്ടില്ല. എക്സാം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എക്സാം അനാലിസിസ് കൂടെ നടത്തിയാൽ ഒരു കറക്റ്റ് കട്ട് ഓഫ് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ പഠിക്കുന്നവർക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏത് ലെവൽ ഏതൊരു ക്വസ്റ്റ്യൻ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം, എത്ര മാർക്ക് വരെ സ്കോർ ചെയ്താൽ സേഫ് ആണ്, അങ്ങനെ ഒരു കട്ട് ഓഫ് ആണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു അനാലിസിസ് നിന്ന് കിട്ടുന്ന റിസൾട്ട് ആണ്, അല്ലാതെ നമുക്കൊരു എക്സാക്ട് ഇത്ര മാർക്കായിരിക്കും കട്ട് ഓഫ് എന്ന് പറയാൻ സ്റ്റാർട്ടിങ്ങിലേ പറ്റില്ല. ഓക്കെ, അപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര മാർക്ക് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു 60 സ്കോർ ചെയ്തു അല്ലെങ്കിൽ 55 സ്കോർ ചെയ്തു സേഫ് ആണോ, ഇങ്ങനെ പഠിച്ചാൽ മതിയോ, അത് നമ്മൾ ഇനിയും ഇംപ്രൂവ് ചെയ്യണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളത് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ സെക്ഷൻ. അതായത് ഞാൻ നേരെ നമ്മുടെ പോയിന്റിലോട്ട് വരാം. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, SBIയുടെ ക്ലർക്കൽ എക്സാമിന് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. പ്രിലിംസ് ക്ലിയർ ആകുന്നവർക്ക് മാത്രമേ പ്രിലിംസിന്റെ കട്ട് ഓഫ് അല്ലെങ്കിൽ അതിന് മുകളിൽ മാർക്ക് വാങ്ങിക്കുന്നവർക്ക് മാത്രമേ മെയിൻസ് എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ 60 ആണ് കട്ട് ഓഫ് എങ്കിൽ 60 മാർക്സും അതിന് എബോവ് വാങ്ങിക്കുന്നവർക്ക് മാത്രമേ മെയിൻസ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. 59 അങ്ങനെ ആർക്കും എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ കട്ട് ഓഫിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ല ധാരണയുണ്ട്. അപ്പം കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തു, ചുമ്മാ നമുക്ക് ഒരു എക്സാം നടത്തിയിട്ട് കട്ട് ഓഫ് ഫിക്സ് ചെയ്യല. ഓക്കെ, SBI ക്ലർക്ക് 2023 നടന്നു, ഓക്കെ 60 കട്ട് ഓഫ് നോക്കാം, അങ്ങനെയല്ല അല്ലെ. ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എക്സാമിന്റെ കട്ട് ഓഫ്. മെയിൻ ആയിട്ടും എക്സാമിന്റെ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എക്സാമിന്റെ ആ ഒരു ഈസി എക്സാം ആയിരുന്നോ ടഫ് ആയിരുന്നോ എക്സാം, അതിന് തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് എക്സാമിന്റെ ലെവൽ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയാം. ലെവൽ ഓഫ് എക്സാമിനേഷനെയാണ് നമ്മുടെ എക്സാം ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ചില എക്സാം നല്ല ടഫ് ആയിരിക്കും, ചില എക്സാം ഒരു മീഡിയം ലെവലായിരിക്കും, ചില എക്സാം ഈസി ലെവലായിരിക്കും. ഈസി ലെവലായിട്ടുള്ള ഒരു എക്സാമിന് നല്ല രീതിയിൽ കട്ട് ഓഫ് വരും അല്ലെ. എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് കൂടും. അങ്ങനെയാണ് നമ്മുടെ എക്സാം ലെവൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പം ഓരോ ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടത്തുന്നത് അല്ലെ. എക്സാം ലെവലിന് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഇപ്പൊ എക്സാം നടത്തുന്നത് പല പല ഷിഫ്റ്റുകളായിട്ടാണ്. അപ്പം ഷിഫ്റ്റ് 1 എക്സാം ഈസി ആയിരിക്കാം, അതിനേക്കാൾ കുറച്ചുകൂടെ ടഫ് ആയിരിക്കാം അടുത്ത ഷിഫ്റ്റിലെ എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ഷിഫ്റ്റ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഷിഫ്റ്റ് 1 അറ്റൻഡ് ചെയ്തു, ഇത് ഒരു എക്സാം നല്ല ടഫ് ആയിരുന്നെങ്കിൽ ഷിഫ്റ്റ് 2 വരുമ്പോഴത്തേക്കും കുറച്ച് ഈസി ലെവൽ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു നോർമലൈസേഷൻ ഒക്കെ വരും അല്ലെ. നമ്മുടെ മാർക്കിനകത്ത് ഒരു നോർമലൈസേഷൻ ഒക്കെ വന്നിട്ടാണ് ഈ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്തത് അല്ലെ. അതുപോലെ തന്നെ SBI ക്ലർക്ക് എക്സാമിനെ പറ്റി ആദ്യമേ പറയേണ്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലർക്കൽ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ. ഇപ്പൊ ഞാൻ കേരളത്തിലായതുകൊണ്ട് എനിക്ക് കേരളം അപ്ലൈ ചെയ്യാം, തമിഴ്നാട്ടിലുള്ളവർക്ക് തമിഴ്നാട് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് കേരളത്തിലുള്ളവർക്ക് തമിഴ്നാട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ലോക്കൽ ലാംഗ്വേജ്. അപ്പൊ നമുക്ക് ലോക്കൽ ലാംഗ്വേജ് അറിയാമെങ്കിൽ ഓക്കെ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ലോക്കൽ ലാംഗ്വേജ് അറിയാവുന്ന ഒരു സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ മലയാളം അറിയാവുന്നവരൊക്കെ എന്തായാലും കേരളം ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ആ സ്റ്റേറ്റിലുള്ള വേക്കൻസി ഡിപ്പെൻഡ് ചെയ്യും. സ്റ്റേറ്റ് വേക്കൻസി, ടോട്ടൽ വേക്കൻസി വെച്ചിട്ടല്ല കട്ട് ഓഫ് വരുന്നത്. ഓരോ സ്റ്റേറ്റിനും ഓരോ കട്ട് ഓഫ്, ഓരോ സ്റ്റേറ്റിനും ഓരോ കട്ട് ഓഫ്. ഓക്കെ, SBI ക്ലർക്കിന് എല്ലാവർക്കും 60 കട്ട് ഓഫ്, തമിഴ്നാട്ടിൽ എഴുതിയവർക്കും 60 കട്ട് ഓഫ്, കേരളത്തിൽ എഴുതിയവർക്കും 60 കട്ട് ഓഫ്, അങ്ങനെയാണോ? അങ്ങനെയല്ല. ഓരോ സ്റ്റേറ്റിനും ഓരോ കട്ട് ഓഫ്. കേരളത്തിന് ഒരു കട്ട് ഓഫ് ആയിരിക്കും, തമിഴ്നാട് ഒരു കട്ട് ഓഫ് ആയിരിക്കും, കർണാടക ഒരു കട്ട് ഓഫ് ആയിരിക്കും. അപ്പൊ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ കേരള എക്സാംസിൽ നമ്മൾ മലയാളീസ് എന്തായാലും കേരള ആയിരിക്കും വെക്കുന്നത്. കാരണം ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിയാവുന്നവർ മോസ്റ്റ്ലി കേരള തന്നെയായിരിക്കും വെക്കുന്നത്. കേരളത്തിന്റെ കട്ട് ഓഫ് അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിന്റെ കട്ട് ഓഫ് ആണെങ്കിലും ആ സ്റ്റേറ്റിന്റെ വേക്കൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. സ്റ്റേറ്റ് വേക്കൻസി കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഒരു 40 വേക്കൻസി ഉള്ളിടത്തും 400 വേക്കൻസി ഉള്ളിടത്തും ഒരേ കട്ട് ഓഫ് വരില്ലല്ലോ. കാരണം നമുക്ക് ആ 400 പേരെ വേണ്ടേ, നമുക്ക് 400 പേരെ അപ്പോയിന്റ് ചെയ്യണ്ടേ. SBI ക്ലർക്കുന്ന പോസ്റ്റിലേക്ക് 400 പേരെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടാണല്ലോ, ആ വേക്കൻസി ഉള്ളത് കൊണ്ടാണല്ലോ എക്സാം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, വേക്കൻസി കൂടുമ്പോഴത്തേക്കും കട്ട് ഓഫ് കുറയാനൊരു ചാൻസ് ഉണ്ട്. കട്ട് ഓഫ് കുറയാനൊരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ 70 പേരിൽ മാർക്ക് കൂടി 50, 60 പേരെ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു നോർമൽ കേസ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ അവിടെ തന്നെ നമ്മുടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 50 പേരെ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവർ എക്സാം നടത്തിയിട്ട് 50 പേരെ കിട്ടുന്ന രീതിയിൽ ഒരു കട്ട് ഓഫ് സെറ്റ് ചെയ്യുന്നത് അല്ലെ.
കാരണം പ്രിലിംസ് കഴിഞ്ഞ ഒരു മെയിൻസ് എക്സാമിനേഷനും ഉണ്ട്, അതുകൂടി ക്ലിയർ ചെയ്തിട്ടുള്ളവരെ മാത്രമായിരിക്കും നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഓഫ് വേക്കൻസിക്കാൾ കുറച്ച് അധികം ആൾക്കാരെ എടുക്കും, കാരണം ഈ ഒരു കടമ്പ കൊണ്ട് മെയിൻസ് കൂടെ ക്ലിയർ ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ത് ചെയ്യും, വേക്കൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സാം ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓരോ ഷിഫ്റ്റിലെ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഒരു ഷിഫ്റ്റിൽ പോയി ആ എക്സാം ടഫ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ 40-50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഷിഫ്റ്റിലുള്ളവർക്ക് എല്ലാം ഒരു 55 സ്കോർ ചെയ്യാൻ പറ്റും, കാരണം അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ നോർമലൈസേഷൻ ഒക്കെ വന്നിട്ടായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പൊ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഓരോ ഷിഫ്റ്റിലുള്ള എക്സാം ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എക്സാം ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യും കട്ട് ഓഫ്. കാരണം ആരും ഒരു 100-ൽ 95 എബോ സ്കോർ ചെയ്യാൻ പറ്റുന്നവരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ 90 എബോ സ്കോർ ചെയ്യാൻ പറ്റുന്നവരുടെ വലിയ വളരെ കുറവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, എക്സാം ടഫ് ആയിരുന്നു എന്നാണ് അല്ലെ, എക്സാം ടഫ് ആയിരുന്നു എന്നാണ്. അപ്പൊ ഞങ്ങളുടെ എക്സാമ്പിൾ ആണ് 95 പറഞ്ഞത്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ, എക്സാമിന്റെ ലെവലിനെ നമ്മുടെ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തു, എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളതിനെയും നമ്മുടെ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യും. മെയിൻ ആയിട്ട് സ്റ്റേറ്റ് വേക്കൻസിയും എക്സാമിനേഷൻ ലെവലിനെയാണ് കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്തത്. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ 2024, 2025 കാര്യം 2024 നോട്ടിഫിക്കേഷൻ വന്നു, ഇപ്പൊ 2025 ആയാലും എക്സാം നടക്കാൻ പോകുന്നത് 2025 അപ്പം ഇപ്രാവശ്യം SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2024 എക്സാം നടക്കാൻ പോകുന്നത് 2025 സോ 2024-2025 എക്സാം ആണ് SBI ക്ലർക്കിന്റെ വരാൻ പോകുന്നത്. അപ്പൊ ഈ എക്സാമിന് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ അല്ലെ, പ്രിപ്പറേഷൻ ഒക്കെ ടൈമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, നിങ്ങൾ നോക്കൊക്കെ എഴുതുമ്പോൾ എത്രയൊക്കെ സ്കോർ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അതായത് നമ്മൾ എപ്പോഴും ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കട്ട് ഓഫ് 60 ആണെങ്കിൽ നിങ്ങൾ നോക്കൊക്കെ എഴുതുമ്പോൾ 60+ സ്കോർ ചെയ്യാനായിട്ട് തന്നെ ട്രൈ ചെയ്യണം. അതായത് ഒരു 65 ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. ഒരു 60 കട്ട് ഓഫ് വരുന്ന ഒരു എക്സാമിൽ നിങ്ങൾ 65 വേണം ടാർഗറ്റ് ചെയ്യാൻ, മനസ്സിലായോ? അപ്പൊ എപ്പോഴും കുറച്ച് അഡ്വാൻസ് ആയിട്ട് വേണം ചിന്തിക്കാൻ. അപ്പൊ ഞാനൊരു കട്ട് ഓഫ് പറഞ്ഞു, ഈ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതാൻ നേരത്ത് ആ ഒരു ലെവലിനേക്കാൾ +5, ഒരു +5 എപ്പോഴും നിങ്ങൾ എയിം ചെയ്ത് വേണം പഠിക്കാൻ. അപ്പൊ ഞാൻ കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ 2019 നോക്കുകയാണെങ്കിൽ 2019 നോക്കുവാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് വന്നത് 78 മാർക്കാണ്. 2019 കട്ട് ഓഫ് വന്നിരിക്കുന്നത് 78 മാർക്കാണ് അല്ലെ. 2019 കേരള കട്ട് ഓഫ് ആണ്, ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ കട്ട് ഓഫ് ആണ്. 2019 നല്ല കട്ട് ഓഫ് ഒക്കെ വന്ന സ്റ്റേറ്റ് ഉണ്ട്, 80 വന്നവരൊക്കെ വന്ന സ്റ്റേറ്റുകൾ കാണും. പക്ഷെ നമ്മളിപ്പോ അതെല്ലാം നോക്കുന്നത്, നമ്മുടെ കേരളത്തിന്റെ മാത്രം കാര്യമാണ്. കേരളത്തിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും 2019 78 കട്ട് ഓഫ് മാർക്ക് വന്നത് അല്ലെ. 100-ൽ 78 ആണ് കട്ട് ഓഫ് വന്നത്. ഓക്കെ, എക്സാം പാറ്റേൺ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. SBI ക്ലർക്കിന്റെ എക്സാം പാറ്റേൺസ് ഒക്കെ എന്താണെന്നൊക്കെ അറിയാമല്ലോ. ഇനി എത്ര പ്രിപ്പറേഷൻ, എത്ര ടൈം ഉണ്ട്, അതെല്ലാം നമ്മള് കുറെ സെക്ഷൻ ആയിട്ട് നമ്മൾ അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കട്ട് ഓഫ് അനാലിസിസ് തന്നെയാണ് അല്ലെ. അപ്പൊ കട്ട് ഓഫ് നോക്കുമ്പോഴത്തേക്ക് 2019 നമുക്ക് 247 വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത്. 247 വേക്കൻസിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് നല്ലൊരു വേക്കൻസിയാണ് കേരളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് 2019. ഓക്കെ, അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ഓഫ് വന്നത് 78 ആണ്. കട്ട് ഓഫ് വന്നത് 78 ആണ് കട്ട് ഓഫ് വന്നത്. അപ്പൊ എത്ര വേക്കൻസി? 247 വേക്കൻസി വന്നപ്പോഴാണ് 78 കട്ട് ഓഫ് വന്നത്. അതുപോലെ 2020 394 വേക്കൻസി ഉണ്ടായിരുന്നു. ഓക്കെ, വേക്കൻസിയുടെ എണ്ണം കൂടിയല്ലേ, വേക്കൻസി എണ്ണം കൂടി. 394 വേക്കൻസി വന്നപ്പോഴത്തേക്കും 2020 വന്ന കട്ട് ഓഫ് 72.75 ആണ്. ഓക്കെ, അതുപോലെ 2021 വന്നപ്പോഴത്തേക്ക് നമുക്ക് 97 വേക്കൻസി ഉള്ളതാണ്. വേക്കൻസി നല്ല രീതിയിൽ കുറഞ്ഞ ഒരു സമയമായിരുന്നു അല്ലെ, ഏറ്റവും കുറവ് വേക്കൻസി ആയിരുന്നു. അപ്പൊ നോക്കി 80.25 എത്ര വേക്കൻസി ഉണ്ടായിരുന്നു? 97 ആയിരുന്ന വേക്കൻസി വന്നപ്പോഴത്തേക്ക് 80.2, കാരണം 100-ൽ കുറവ് വേക്കൻസി. അപ്പം നോക്കി കട്ട് ഓഫ് കൂടിയുണ്ടോ? മനസ്സിലായോ? 72 നിന്ന് 8-ലോട്ട് ജമ്പ് ചെയ്തു നമ്മുടെ കട്ട് ഓഫ്. അടുത്ത ഒരു ടൈമില് വേക്കൻസി വന്നത് 2022 വേക്കൻസി വന്നത് 270 വേക്കൻസി ഉണ്ടായിരുന്നു കേട്ടോ. 270 വേക്കൻസി ഉണ്ടായിരുന്നു, മനസ്സിലായോ? 270 വേക്കൻസി വന്നപ്പോഴത്തേക്ക് നമുക്ക് 68 കട്ട് ഓഫ്. നിങ്ങൾ നോക്കും, 394 വേക്കൻസി വന്നപ്പോ 72.75 ആയത്
അത്രയും പോലും വേക്കൻസി വന്നില്ല, എങ്കിലും 68 കട്ട് ഓഫ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കട്ട് ഓഫ് വേക്കൻസിയെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. 270 വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്കും 68 കട്ട് ഓഫ് വന്നു. പക്ഷെ 394 വേക്കൻസിക്ക് 68നേക്കാളും കുറയായിരുന്നല്ലോ കട്ട് ഓഫ്, വീണ്ടും കുറെ 394 വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വേരിയേഷൻ അല്ല വന്നിരിക്കുന്നത്. അത് കട്ട് ഓഫ് ആ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, ഡിഫറൻസ് വന്നിട്ടില്ല. അപ്പൊ വേക്കൻസി മാത്രമല്ല, എന്നാൽ വേക്കൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, 97 വേക്കൻസി കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടിയത് കൊണ്ടാണ് വേക്കൻസിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ 2023 47 വേക്കൻസീസ് ഉണ്ടായിരുന്നുള്ളൂ. 47 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. 76.25. ആ ഒരു എക്സാമിനേഷന്റെ ലെവൽ കൂടെ ഒക്കെ വെച്ചിട്ടാണ് ഈ കട്ട് ഓഫ് വരുന്നത്. എക്സാമിനേഷന്റെ ലെവൽ കൂടെ വെച്ചിട്ടാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക 2022 മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുക. കട്ട് ഓഫ് എന്തായിരിക്കും 60 വന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 2023 നോക്കുക, 2021 നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ലെവലൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പൊ ഇനി വരാമ്പോൾ നമ്മുടെ എക്സാമിന് അതായത് 428 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള 426, 2 വേക്കൻസി ലക്ഷദ്വീപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 428 വേക്കൻസീസ് നമുക്ക് ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 428 വേക്കൻസിയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കട്ട് ഓഫ് വരാൻ പോകുന്നത്. വേക്കൻസി ഫീസ് നോക്കുമ്പോൾ നല്ല വേക്കൻസി ഉണ്ട് അല്ലെ? വേക്കൻസി ഫീസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ഒരു ലോ ലെവൽ കട്ട് ഓഫ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. കാരണം അങ്ങനെ പഠിച്ചിട്ട് നിങ്ങളുടെ എക്സാം കുറച്ച് ഈസി ആണെങ്കിലും ഒക്കെ നമ്മുടെ കട്ട് ഓഫ് വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടാനും ചാൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ല, എക്സാം ഈസി ആണെങ്കിലും കട്ട് ഓഫ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു 5 വർഷത്തിനിടയ്ക്ക് വന്നിരിക്കുന്ന ഹൈയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പൊ അതുകൊണ്ട് 80 വന്ന സമയത്ത് 97 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാക്സിമം പോയി ഒരു 80 വരെ, അതിൽ കുറഞ്ഞു നിൽക്കാനാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എയിം ചെയ്യുമ്പോൾ 80 എയിം ചെയ്ത് തന്നെ പഠിച്ചോളുക. പഠിക്കുമ്പോൾ 80 എയിം ചെയ്യാൻ എന്തായാലും 80 കുറവായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, 80 കുറവായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ക്വസ്റ്റ്യൻ നല്ല ടഫ് ആണെങ്കിലും കട്ട് ഓഫ് കുറയും. അപ്പൊ ഒരു 80 ഒക്കെ നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് പഠിക്കാൻ കാണാം. 2021 80 എന്ന് പറഞ്ഞിട്ട് കട്ട് ഓഫ് വന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. പക്ഷെ നമ്പർ ഓഫ് വേക്കൻസീസ് വെച്ച് നോക്കുമ്പോൾ ഒരു 72, 75 റേഞ്ചിൽ, അതായത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 76 ആ റേഞ്ചൊക്കെ തന്നെ വരാനാണ് കുറച്ചുകൂടെ പോസിബിലിറ്റി. ഒരു 76 to 80 നമുക്കൊരു കട്ട് ഓഫ് പറയാൻ പറ്റും. അത് കുറയാനേ ചാൻസ് ഉള്ളു. എന്നാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 76 to 80 നിങ്ങൾ എന്താണ് ടാർഗറ്റ് ചെയ്യണം. 76 മുതൽ 80 വരെ നമുക്ക് എന്തായാലും ഒരു പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ കട്ട് ഓഫ് അനാലിസിസ് നടത്തുമ്പോൾ. അപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ, നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഒരിക്കലും ടെൻഷൻ, എക്സാം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ മനസ്സിലാവും. അത് മനസ്സിലാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഗുഡ് അറ്റംപ്റ്റ് ആണോ നടത്തിയത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്തായാലും ഒരു 76, 80 ആ ഒരു റേഞ്ചിൽ പ്രിപ്പയർ ചെയ്യാം. കാരണം അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊരു നഷ്ടമില്ല. സോ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും ഒരു 75 ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു 80 വേണ്ടി എയിം ചെയ്യുക. അതുപോലെ ഒരു 60 റേഞ്ച് നിൽക്കുന്നവര് 70+ ആവാനായിട്ട് മാക്സിമം നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടിയാൽ മതി. ടൈം മാനേജ്മെന്റ് ഓക്കെ ആവും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടി ടൈം മാനേജ്മെന്റ് ഓക്കെ ആക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടൈം മാനേജ്മെന്റ് ആണ് ഒരു വലിയ പ്രശ്നം വരുന്നത്. സമയം കിട്ടാറില്ല എന്നൊരു പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടുക, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുക. അത് മാത്രമാണ് നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്. ടൈം മാനേജ്മെന്റ് ഏറ്റവും ബെസ്റ്റ് ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം, അത്രേ ഉള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റും. 80 കട്ട് ഓഫ് വന്നാലും 85 കട്ട് ഓഫ് വന്നാലും ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ട് അതായത് ഞാനൊരു അപ്രോക്സിമേറ്റ് കട്ട് ഓഫ് ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും മാക്സിമം കട്ട് ഓഫ് 80 ആയതുകൊണ്ട് നമുക്കിപ്പോ വേക്കൻസി കൂടുതലായതുകൊണ്ട് 80 കുറഞ്ഞൊരു കട്ട് ഓഫ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ പഠിക്കുമ്പോൾ 80 എയിം ചെയ്ത് തന്നെ പഠിച്ചോളാം. ഓക്കെ, അപ്പൊ അത്രയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ഏറ്റവും ബെസ്റ്റ് ആക്കണം. ലാസ്റ്റ് ടൈമിലെ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു ഓൾ. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോഴത്തേക്കും മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ചെയ്യാൻ നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിക്കുക. മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്സ് ഒക്കെ എടുത്ത് എക്സ്ട്രാ പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.